വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 1ഉം 2ഉം ടെർമിനലുകൾ വൈകാതെ വികസിപ്പിക്കുമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് അൽദു ഐലിജ് വ്യക്തമാക്കി. വികസന പദ്ധതിയിലൂടെ റിയാദ് എയർപോർട്ടിലെ 3ഉം 4ഉം ടെർമിനലുകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. റിയാദ് വിമാനത്താവളത്തിലെ 1, 2, 5 ടെർമിനലുകളിൽ സമഗ്രമായി വികസിപ്പിക്കേണ്ടതുണ്ട്. 1-ാം നമ്പർ ടെർമിനൽ വികസന പദ്ധതി ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കും. വിദേശ വിമാന കമ്പനികളെ 1 വർഷത്തേക്ക് 1-ാം നമ്പർ ടെർമിനലിൽ നിന്ന് 2-ാം നമ്പർ ടെർമിനലിലേക്ക് മാറ്റും. വികസന പദ്ധതി പൂർത്തിയാക്കിയ ശേഷം വിദേശ എയർലൈൻസുകളെ 1-ാം നമ്പർ ടെർമിനലിലേക്ക് തന്നെ മാറ്റും. ഇതിനുശേഷം 2-ാം നമ്പർ ടെർമിനലിൽ വികസന പദ്ധതികൾ ആരംഭിക്കും. UAE-യിൽ ഇന്ത്യക്കാർക്ക് അവധി ദിവസങ്ങളിലും പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന BLS-ന്റെ 3 കേന്ദ്രങ്ങൾ UAE-യിൽ സജ്ജമാക്കിയതായി മന്ത്രി അറിയിച്ചു. ദുബായിൽ 2 കേന്ദ്രങ്ങളിലും ഷാർജയിൽ ഒരിടത്തുമാണ് പ്രവർത്തിക്കുക. ഈ ആഴ്ച മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു. UAE-യിലെ പ്രവാസികൾക്ക് വലിയ തോതിൽ ഗുണം ലഭിക്കുന്ന നടപടിയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ അക്കാഫ് ആസ്റ്റർ സംയുക്ത പങ്കാളിത്തത്തിൽ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളുടെ പിന്നണി പ്രവർത്തകരെ ആദരിച്ചു. 100 ക്യാമ്പുകൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് ആദരമർപ്പിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ അധ്യക്ഷത വഹിച്ചു. അക്കാഫ് ജനറൽ സെക്രട്ടറി VS ബിജുകുമാർ, അക്കാഫ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി, അക്കാഫ് വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ രഞ്ജിത്ത് കോടോത്ത് എന്നിവർ പ്രസംഗിച്ചു. അക്കാഫ് ആസ്റ്റർ കൂട്ടുകെട്ടിന്റെ അമരക്കാരനും ആസ്റ്റർ DGM-ഉമായ സിറാജുദ്ദീൻ മുസ്തഫയെയും ലക്ഷക്കണക്കിന് ഭക്ഷണപ്പൊതികൾ അർഹരായവരിലെത്തിക്കുന്ന പദ്ധതികൾക്ക് നൽകുന്ന സലിം ഷായെയും ആദരിച്ചു. മറ്റിലെ വാർത്തകളിലേക്ക്. പോലീസിലെ മാഫിയ ഗുണ്ടാ ബന്ധമുള്ളവരെയും കുറ്റവാളികളെയും പൂട്ടാൻ സർക്കാർ തീരുമാനം. കളങ്കിതരായവർക്കെതിരെ കർശന നടപടിക്ക് സംസ്ഥാന പോലീസ് മേധാവി അനിൽ ഖാൻ നിർദ്ദേശം നൽകി. മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പശ്ചാത്തലം പരിശോധിക്കും. ഉദ്യോഗസ്ഥർക്കെതിരായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഗൗരവത്തിൽ എടുക്കണം. സൂക്ഷ്മമായി പരിശോധിച്ച് തെളിവ് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണം. പിരിച്ചുവിടലടക്കം നടപടിയെടുക്കാൻ DGP യോഗത്തിൽ പച്ചക്കൊടി കാട്ടി. നിരോധിത സംഘടനയായ PFI നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടൽ തുടങ്ങി. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ മൂലമുണ്ടായ നഷ്ടം ഈടാക്കാനുള്ള ജപ്തി നടപടി ഉടൻ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് നീക്കം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുടനീളം മുൻ സംസ്ഥാന സെക്രട്ടറി CA റൌഫ് ഉൾപ്പെടെ 100-ലധികം മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള സർക്കാർ നടപടി. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയത്. മലപ്പുറത്തെ 7 താലൂക്കുകളിലായി 126 പേരുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്തു. ഇന്ന് ആരംഭിച്ച നടപടി നാളെയോടെ പൂർത്തിയാക്കും. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന CA റൌഫിന്റെ പാലക്കാട് പട്ടാമ്പിയിലെ സ്ഥലം ജപ്തി ചെയ്തു. പട്ടാമ്പി മരുതൂരിലെ 10 സെന്റ് സ്ഥലമാണ് ജപ്തി ചെയ്തത്. പാലക്കാട് ജില്ലയിൽ 16 മുൻ PFI നേതാക്കളുടെ സ്വത്തുക്കളും ജപ്തി ചെയ്തു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷിറാസിന്റെ ഭൂമിയും വീടും ഉൾപ്പെടെ 6 പേരുടെ സ്വത്ത് കണ്ടുകെട്ടി. വയനാട്ടിൽ 14 പേരുടെയും കോട്ടയം ജില്ലയിൽ 5 പേരുടെയും ഇടുക്കിയിൽ 6 പേരുടെയും സ്വത്തുവകകൾ ജപ്തി ചെയ്തു. കാസർഗോഡ് PFI നേതാക്കളായ നങ്ങറാത്ത് സിറാജുദ്ദീൻ, മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന CT സുലൈമാൻ എന്നിവർക്കെതിരെയാണ് നടപടി. പത്തനംതിട്ട ആനപ്പാറ സ്വദേശി സാദിഖ്, നിസാർ എന്നിവരുടെയും കോന്നി കുമ്മണ്ണൂർ സ്വദേശി സബീറിന്റെയും സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ആലുവയിലെ പെരിയാർ വാലിയിലും നോട്ടീസ് പതിപ്പിച്ചു. കോടതി ഉത്തരവ് പ്രകാരം കൊച്ചിയിൽ 4 പേരുടെ സ്വത്ത് കണ്ടുകെട്ടിയത് പോലീസ് സംരക്ഷണയിലാണ്. PFI ജനറൽ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താറിന്റെ കരുനാഗപ്പള്ളിയിലെ വീടും വസ്തുക്കളും കണ്ടുകെട്ടി. തൃശൂർ കുന്നംകുളത്ത് 5 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടും സ്ഥലവുമാണ് ജപ്തി ചെയ്തത്. പഴുന്നാന അസീസ്, യഹിയ കോയ തങ്ങൾ, പെരുമ്പിലാവ് ഉസ്മാൻ, ഗുരുവായൂർ പുതുവീട്ടിൽ മുസ്തഫ, വടുതല ഉള്ളിശ്ശേരി റഫീഖ് എന്നിവരുടെ വീടുകളും സ്ഥലങ്ങളുമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കണ്ടുകെട്ടിയത്. തിരുവനന്തപുരം മണക്കാട്ടെ PFI ഓഫീസ് റവന്യൂ റിക്കവറി വിഭാഗം സീൽ ചെയ്തു. ജപ്തി പൂർത്തിയാക്കി തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ TV അനുപമ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. നാളെ വൈകിട്ട് 5-നകം ജപ്തി നടത്തി റിപ്പോർട്ട് നൽകണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. ഗുണ്ടാ ബന്ധത്തിന്റെ പേരിൽ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി. 5 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. മംഗലപുരം സ്റ്റേഷനിലെ അവശേഷിച്ച 24 പോലീസുകാരെയും സ്ഥലം മാറ്റി. ഇതിനിടെ ഓംപ്രകാശ്, പുത്തൻപാലം രാജേഷ് ഉൾപ്പെടെയുള്ള ഗുണ്ടകളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടി പോലീസ് ഊർജിതമാക്കി.
ഗുണ്ട മണ്ണ് മാഫിയ ബന്ധത്തിന്റെ പേരിലാണ് മംഗലപുരം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി. മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ 5 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഗോപകുമാർ, അനൂപ് കുമാർ, ജയൻ കുമാർ, സുധികുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ഈ സ്റ്റേഷനിൽ സസ്പെൻഷനിലായവരുടെ ആകെ എണ്ണം 6 അവശേഷിച്ച മറ്റ് 24 പേരെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം സിറ്റിയിൽ ഇന്നലെ 3 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. 2 ഡിവൈഎസ്പിമാരടക്കം 7 പേർക്ക് നേരത്തെ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷൻ ലഭിച്ചു. പോലീസും ഗുണ്ടകളും ചേർന്നുള്ള കൂട്ടുകെട്ട് കോടികളുടെ സ്വത്ത് സമ്പാദനത്തിലേക്ക് വഴിവെച്ചുവെന്നാണ് കണ്ടെത്തൽ. ചില പോലീസ് ഉദ്യോഗസ്ഥരും മാഫിയ സംഘങ്ങളും ഒരുമിച്ച് ഭൂമി വാങ്ങി മറിച്ചു വിൽക്കുന്നതാണ് ഒരു രീതി. വഴിയില്ലാത്ത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി തൊട്ടടുത്ത വസ്തു ഉടമയെ പോലീസും ഗുണ്ടകളും ചേർന്ന് ഭീഷണിപ്പെടുത്തി സ്ഥലം തരപ്പെടുത്തും. ഇങ്ങനെയൊക്കെയാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ക്രൂരതകൾ. പല ധനകാര്യ സ്ഥാപനങ്ങളിലായി ചില പോലീസുകാർ ബനാമി പേരിൽ ചിട്ടി ഇടപാട് നടത്തുന്നുണ്ട്. ചിട്ടിത്തുക അടയ്ക്കുന്നതാകട്ടെ ഗുണ്ടകളും. സമാനമായ ആരോപണങ്ങളും പരാതികളും നേരത്തെ ഉയർന്നെങ്കിലും ഇതുവരെ കാര്യമായ അന്വേഷണമുണ്ടായിരുന്നില്ല. ഇത്തരം ഇടപാടുകൾ കണ്ടെത്താനും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. അതേസമയം ഒളിവിലുള്ള ഓംപ്രകാശ്, പുത്തൻപാലം രാജേഷ് എന്നിവർക്കായി വിവിധ സംസ്ഥാനങ്ങളിലായി തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ധോണിയെ വിറപ്പിക്കുന്ന PT-7 പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ദൗത്യ സംഘത്തലവൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ധോണിയിൽ അവലോകന യോഗം ചേർന്നു. PT-7 പിടിക്കാനുള്ള 3ാമത്തെ കുങ്കിയാനയും കൊണ്ട് വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘം ഇന്ന് പുലർച്ചെത്തി. ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ സക്കറിയ, ഒലവക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് B രഞ്ജിത്ത് എന്നിവർ സംഘാംഗങ്ങളുമായി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ACF രഞ്ജിത്ത് പറഞ്ഞു. അവലോകനത്തിന് ശേഷം നമ്മളത് എങ്ങനെയാണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു ട്രയൽ നമുക്ക് ഫീൽഡ് നടത്താനുണ്ട്. ട്രയൽ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് അല്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെഹിക്കിൾ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റാമ്പ് തയ്യാറാക്കാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും നാളെ തൊട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫീൽഡിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒപ്പം പറയുന്നില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആനയെ തളയ്ക്കാനുള്ള കൂടിന്റെ പരിശോധനയും PT-7 കൊണ്ടുവരാനുള്ള ട്രാക്ക് പരിശോധനയും അധികൃതർ നടത്തും. വയനാട്ടിൽ നിന്ന് 26 പേരും പാലക്കാട് നിന്ന് 50 പേരുമാണ് ദൗത്യത്തിനായി കൈകോർക്കുക. നാളെ രാവിലെ തന്നെ PT-7 പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കും. സാഹചര്യം അനുകൂലമായാൽ നാളെ തന്നെ പിടികൂടി ധോണിയിലെ കൂട്ടിലടയ്ക്കും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. മയക്കുവെടി വെച്ച് പിടികൂടുന്ന PT-7 ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രത്യേകമായി തയ്യാറാക്കിയ കൂട്ടിലാണ് തളയ്ക്കുക. 15 അടി നീളവും വീതിയുമുള്ള കൂടിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രസാദ് ഉടുമ്പിശ്ശേരിയുടെ റിപ്പോർട്ട്. ഈ കൂടിനെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കൂടിന്റെ ഇതിന്റെ വിസ്തൃതി എത്രയാണ്? എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? 15 അടി കൂടാണ്. കാരണം ആനയുടെ സൈസ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ വലിപ്പം നോക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് എക്സ്പെർട്ട് ടീം, വയനാട്ടിലെ ടീമാണ്, അവരാണിത് ചെയ്തിട്ടുള്ളത്. മുഴുവൻ യൂക്കാലി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതാണ്. കാരണം ആനയ്ക്ക് ഇഞ്ചുറി പറ്റാത്ത രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. 6 അടിയോളം താഴ്ചയുണ്ട്, 18 അടി മുകളിലേക്കുണ്ട്. മൊത്തം 24 അടിയുടെ കഴകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഥവാ ആന വന്ന് ഇടിച്ചാലും ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ. 15 അടി നീളവും വീതിയുമുള്ള കൂട് യൂക്കാലിപ്റ്റിന്റെ മരങ്ങളാണ് ഇതിലേക്ക് ഉപയോഗിക്കുക. അതിന് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാന കാരണം, സാധാരണ വന്യമൃഗമായതുകൊണ്ട് തന്നെ ഇതിലകത്ത് ഇടുമ്പോൾ, തളച്ചിടുന്ന സമയത്ത് അത് പുറത്തേക്ക് ചാടാനുള്ള ശ്രമങ്ങൾ നടത്തും. ഈ മരത്തിൽ ഇടിച്ച് അതിനെ പൊളിച്ചുകൊണ്ട് തകർത്ത് പുറത്തു വരാനുള്ള ശ്രമങ്ങളായിരിക്കും പരമാവധി നടത്തുക. അങ്ങനെ വരുമ്പോൾ അതിന് പരിക്ക് പറ്റരുത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഒരു മരം ഉപയോഗിക്കാനുള്ള കാരണം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടിന്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ തന്നെ അത് സംബന്ധിച്ചുള്ള നടപടികളിൽ ഉണ്ടാകും. അനുകൂല സാഹചര്യമാണെങ്കിൽ നാളെ തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഡോക്ടർ അരുൺ സക്കറിയ തന്നെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകും എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരുടെ സംഘമെല്ലാം തന്നെ അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ 26 അംഗ സംഘം വയനാട്ടിൽ നിന്ന് വരികയും പിന്നീട് ഇവിടെ നിന്ന് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി 50 പേരടങ്ങുന്ന സംഘമാണ് ഇതിൽ സഹായിക്കുന്നതിന് വേണ്ടി പാലക്കാട് നിന്ന് ഈ ദൗത്യ സംഘത്തോടൊപ്പം ചേരുക. അവരെല്ലാം തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട്, 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. നാളെ രാവിലെ ഒരുപക്ഷെ അത്തരം ഒരു വലിയൊരു ആശ്വാസ വാർത്ത ധോണിക്കാർക്ക് കേൾക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതിന്റെ നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്. മൂന്നാറിനെ വിറപ്പിക്കുന്ന പടയപ്പ എന്ന കാട്ടാനയുടെ വിലസൽ തുടരുന്നു. പെരിയവരെ എസ്റ്റേറ്റ് ലോവർ ഡിവിഷൻ സ്വദേശി പ്രദീപിന്റെ ഓട്ടോറിക്ഷ ആന നശിപ്പിച്ചു. വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു നശിപ്പിക്കുകയായിരുന്നു.
വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഉടമ വനം വകുപ്പിന് പരാതി നൽകി. കാടിറങ്ങിയ പടയപ്പ നാട്ടിൽ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. കടകൾക്കും വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശമാണ് വരുത്തുന്നത്. ആനയെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയിലാണ് വിദ്യാർത്ഥികളും തോട്ടം തൊഴിലാളികളും നാട്ടുകാരും. അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പേടിച്ച് കഴിയുകയാണ് ഇടുക്കിക്കാർ. ശാന്തൻപാറ പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായി. ദിവസങ്ങൾക്ക് മുൻപും ഇതേ റേഷൻ കടയുടെ ഭിത്തി തകർത്ത് ആന അരി നശിപ്പിച്ചിരുന്നു. ചില്ലിക്കൊമ്പനും പടയപ്പയ്ക്കും മൊട്ടവാലനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ച് നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് അരിക്കൊമ്പൻ. തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട റേഷൻ വിഹിതം പോലും കാട്ടാനകൾ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷൻ അരിയും അകത്താക്കി. കൈ കൊണ്ടിളക്കിയ ഈ കല്ല് താഴ്ന്നു. പിന്നെ ഒരു ആന വന്നിരുന്നോണ്ടാൽ എന്താ എന്റെ ഉറപ്പ്? ഇനി അത്യാവശ്യം വേണം എന്നാണ് ചോദിച്ചാൽ ഈ കെട്ടിടം ഒന്നെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. ഇത് 6ാമത്തെ തവണയാണ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. ചൂണ്ടൽ സ്വദേശി ആന്റണിയാണ് 26 വർഷമായി ഈ റേഷൻ കട നടത്തുന്നത്. എത്ര തവണ കാട്ടാന ആക്രമണമുണ്ടായി എന്ന് കണക്കില്ല. ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും തുറക്കും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പുതിയ റേഷൻ കട നിർമ്മിച്ചു നൽകാൻ ആലോചിക്കുന്നതായും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് മാത്രമായി RRT യൂണിറ്റ് അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. ഞാൻ നിരവധി തവണ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു RRT ടീമിനെ ഞങ്ങൾക്ക് പ്രത്യേകമായി വിട്ടുതരണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അടിയന്തരമായി ഈ ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. 2 ആഴ്ച മുൻപ് ഇതേ കൊമ്പൻ തോണ്ടിമലയിൽ 2 വീടുകൾ തകർത്തിരുന്നു. മതികെട്ടാൻ ചോലയിലെ അപകടകാരികളായ ചില്ലിക്കൊമ്പനും ചക്കക്കൊമ്പനുമൊക്കെ മാസങ്ങളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. കുട്ടിയാനകൾ ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടങ്ങളും തോട്ടം മേഖലയിലേക്ക് ഇറങ്ങുന്നതും പതിവാണ്. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടവേള. ഗൾഫ് 18 തുടരുന്നു. കൊച്ചിയിൽ നടി അപർണ ബാലമുരളിയോട് മോശമായി പെരുമാറിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷനും കാരണം കാണിക്കൽ നോട്ടീസും. എറണാകുളം ലോ കോളേജ് പ്രിൻസിപ്പലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. മറുപടി നൽകണമെന്നും തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എറണാകുളം ലോ കോളേജിലെത്തിയപ്പോഴാണ് നടിയോട് യുവാവിന്റെ മോശം പെരുമാറ്റമുണ്ടായത്. നടിയെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വേദിയിലെത്തിയ 2ാം വർഷ LLB വിദ്യാർത്ഥിയായ വിഷ്ണു നടിയുടെ തോളിൽ കൈയിടാൻ ശ്രമിച്ചു. എന്നാൽ അപർണ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഈ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു. അപർണയോട് വിദ്യാർത്ഥി മോശമായി പെരുമാറിയതിൽ ലോ കോളേജ് യൂണിയനും അന്ന് തന്നെ ഖേദം പ്രകടിപ്പിച്ചു. തുടർന്നാണ് വിഷ്ണുവിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഒപ്പം ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. കാരണം കാണിക്കൽ നോട്ടീസിന് ഉടൻ തന്നെ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി കടുപ്പിക്കാനാണ് പ്രിൻസിപ്പലിന്റെ തീരുമാനം. അതേസമയം സംഘാടകരോട് പരിഭവമില്ലെന്നും സംഭവം നടന്ന ഉടനെ തന്നെ അവർ ക്ഷമാപണം അറിയിച്ചതായും നടി അപർണ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. രാഹുൽ ഗാന്ധിയെ ശങ്കരാചാര്യരോട് ഉപമിച്ച കശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ വിവാദത്തിൽ. രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര കശ്മീരിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ പരാമർശം. എതിർപ്പുമായി BJPയും ഹിന്ദു സംഘടനകളും രംഗത്തെത്തി. शंकराचार्य जी आए थे, वो चले थे जब सड़कें नहीं थी, जंगल थे, वो चले थे कन्याकुमारी से कश्मीर तक. ये दूसरे शख्स हैं जिन्होंने यात्रा की है उसी कन्याकुमारी से. കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് കാൽനടയായി ശങ്കരാചാര്യർ യാത്ര ചെയ്ത ശേഷം മറ്റൊരാൾ അതേ സഞ്ചാരം നടത്തിയത് രാഹുൽ ഗാന്ധിയാണെന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോഡില്ലാത്ത കാലത്ത് കാടും മേടും താണ്ടിയാണ് ശങ്കരാചാര്യർ കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലെത്തിയത്. ഇതായിരുന്നു കശ്മീരിലെ ലഖൻപൂരിൽ ഫാറൂഖ് അബ്ദുള്ള നടത്തിയ പരാമർശം.
രാഹുലിന്റെ യാത്രയെ വലിയ തോതിൽ പ്രശംസിക്കുന്നതായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ നിലപാട്. രാജ്യത്തെ ഒന്നിപ്പിച്ച യാത്രയാണ് രാഹുൽ നടത്തിയതെന്നും ഗാന്ധിയും രാമനും ജീവിച്ച നാടാണ് ഇതെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. പിന്നാലെ വിമർശനവുമായി BJP രംഗത്തെത്തി. ये जो फारूक अब्दुल्ला बात कर रहा है, इसको शर्म नहीं आती शंकराचार्य जी का नाम लेते हुए कि कश्यप ऋषि की उस धरती से शंकराचार्य जी के अनुयायियों को का खून बहाने में इन अब्दुल्लाओं की भूमिका क्या है, ये सर्वविदित है. इनको तो चाहिए कि पहले पूरे समाज से, हिंदू समाज से माफी मांगे, शंकराचार्य जी से माफी मांगे और उसके बाद जिन लोगों का इन्होंने खून बहाया है. രാഹുൽ ഗാന്ധിയെ ഹൈന്ദവ സംസ്കാരത്തിൽ മഹാപ്രതിഭകളായവരോട് ഉപമിക്കുന്നത് നീചമായ കാര്യമാണെന്നായിരുന്നു BJPയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ ഫറൂഖ് അബ്ദുള്ള പങ്കാളിയായത് കശ്മീരിലെ ഹിന്ദുക്കളുടെ മനസ്സിൽ മുറിവിൽ ഉപ്പ് തേക്കുന്നതാണെന്ന് BJP ദേശീയ വക്താവ് ഷഹ്സാദ് പൂനെവാല പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സഹയാത്രികയ്ക്ക് മേൽ യുവാവ് മൂത്രമൊഴിച്ച സംഭവത്തിൽ എയർ ഇന്ത്യയ്ക്ക് 33 ലക്ഷം രൂപ പിഴ. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് എയർ ഇന്ത്യയ്ക്ക് പിഴ ഒടുക്കിയത്. കൃത്യവിലോപം നടത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് 30 ലക്ഷവും ഇൻഫ്ലൈറ്റ് സർവീസസ് ഡയറക്ടർക്ക് 3 ലക്ഷവുമാണ് പിഴ. വിമാനം പറത്തിയിരുന്ന പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. CPM-ൽ വീണ്ടും വിവാദത്തിന് തിരികൊളുത്തി മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ G. സുധാകരൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന ചടങ്ങിൽ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നുവെന്നാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിർമ്മാണത്തിനായി ആദ്യാവസാനം നിന്നവരെ ഉദ്ഘാടന ചടങ്ങിൽ ഒഴിവാക്കേണ്ടിയിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വഴിയരികിലെ ഫ്ലക്സുകളിലല്ല, ജനഹൃദയങ്ങളിലാണ് പ്രധാനം. ആദ്യാവസാനം മുന്നിൽ നിന്ന് എന്നെ ഓർക്കാതിരുന്നതിൽ പരിഭവമില്ലെന്നും സുധാകരൻ പോസ്റ്റിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ടുകൾ കാണാതായെന്ന സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ വിവാദം ചൂടുപിടിക്കുകയാണ്. അട്ടിമറി ഗൂഢാലോചന ആരോപണങ്ങൾ നജീബ് കാന്തപുരവും KPM മുസ്തഫയും ഒരേപോലെ ഉന്നയിക്കുന്നു. പെരിന്തൽമണ്ണയിലെ വോട്ട് വിവാദം സബ് കളക്ടറുടെ റിപ്പോർട്ടോടെ മറ്റൊരു തരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള വോട്ടുകളിൽ പെടുന്നതല്ലെങ്കിലും തപാൽ വോട്ടുകൾ കാണാതായത് കേസിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനോടകം എണ്ണിത്തിട്ടപ്പെടുത്തിയതാണ് 5-ാം നമ്പർ ടേബിളിലെ 482 തപാൽ വോട്ടുകൾ. കേസ് അട്ടിമറിക്കാൻ സംഘടിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് MLA നജീബ് കാന്തപുരം ആരോപിക്കുന്നു. ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നജീബ് കാന്തപുരം. കഴിഞ്ഞ 16-നും 17-നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സബ് കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതീവ ആശങ്ക നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള ഒരു ഗൌരവതരമായ മാഫിയ കോർഡിനേഷൻ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ മാഫിയ നെക്സസ് ഇതിന് പിറകിൽ ഉണ്ടായിട്ടുണ്ട്. വോട്ടുകെട്ട് നഷ്ടമായി എന്ന റിപ്പോർട്ട് കോടതിയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫ. നിലവിൽ അസാധുവായ 348 വോട്ടുകൾ എണ്ണാതിരുന്നാൽ അതിന്റെ നഷ്ടം LDF-നാകുമെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും മുസ്തഫ പറയുന്നു. ഏതായാലും ഈ 348 വോട്ടിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണമായ നഷ്ടം ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു വിജയസാധ്യതയല്ല ഇല്ലൊരു ഈ മണ്ഡലമാണത്. കാരണം ഈ 348 വോട്ട് എണ്ണിയാൽ നമ്മൾ വിജയിക്കും എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പില്ല ഒരു സംഗതിയാണ്. എണ്ണാതെ മാറ്റിവെച്ച 348 വോട്ടുകൾ സുരക്ഷിതമായി കോടതിയുടെ കസ്റ്റഡിയിലാണിപ്പോൾ. ഈ വോട്ടുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് KPM മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38 വോട്ടിനായിരുന്നു നജീബ് കാന്തപുരത്തിന്റെ ജയം. കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിലപാടുകളാണ് ഇനി കേസിൽ നിർണായകമാവുക. ന്യൂസ് 18 മലപ്പുറം. ഗൾഫ് 18 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.